നമ്മൾ മറന്നു പോകരുത്. 5 ദിക്ർ നിർബന്ധമായും ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. അത് നമുക്ക് മനപ്പാടമാക്കേണ്ട ആവശ്യമില്ല. എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മഹാന്മാര് നമുക്ക് പഠിപ്പിക്കുന്നു. നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വലിയ കാരണമാണത്. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏത് കാര്യവും നീ തുടങ്ങുമ്പോ ബിസ്മില്ല പറയണേ. അതിരാവിലെ എഴുന്നേറ്റ് നീ വീടിന്റെ വാതിൽ ഡോർ തുറക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നീ തുറക്കണേ. ഉമ്മാ ചായക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പാത്രങ്ങൾ അടുപ്പിലേക്ക് വെക്കുമ്പോ പറയണേ ബിസ്മില്ലാ. പാത്രങ്ങൾ എടുക്കുമ്പോ പറയണേ ബിസ്മില്ലാ. കുഞ്ഞിനെ തൊട്ടിലിൽ നിന്ന് എടുക്കുമ്പോ പറയണേ ബിസ്മില്ലാ. ഏത് സമയത്തും ഏത് വിഷയത്തിലും നീ വസ്ത്രം ധരിക്കുമ്പോ, നീ ചെരുപ്പ് ധരിക്കുമ്പോ, പള്ളിയിലേക്ക് കയറുമ്പോ, നല്ല വിഷയങ്ങൾക്കെല്ലാം ബിസ്മില്ല പറയണേ. നിങ്ങൾക്കറിയുമോ, ഇസ്ലാമിലെ ചരിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന, ഇസ്ലാമിലെ ധീരതയുടെ ഏറ്റവും വലിയ ശൂരനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് റോമാ രാജ്യത്തെ ചക്രവർത്തിയായ കൈസർ പറയുന്നു, അത് എനിക്ക് വല്ലാത്തൊരു തലവേദനയാ, എന്റെ തലവേദനയൊന്ന് മാറിക്കിട്ടണം. ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചു, പരിഹാരമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചെന്നിട്ട് പറയുന്നു, എന്റെ തലവേദന മാറാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങൾ തരണം, നിങ്ങളതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നല്ലൊരു തൊപ്പി കൊടുക്കുന്നു. ആ തൊപ്പി ധരിക്കുമ്പോഴേക്കും സുബ്ഹാനല്ലാഹ് തലവേദന മാറിക്കിട്ടുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നൽകിയ തൊപ്പി ഒന്ന് തലയിൽ നിന്ന് എടുക്കുമ്പോ വീണ്ടും തലവേദനയാണ്, ശക്തമായ തലവേദനയാണ്, വലിയ രാജാവാണ്. പക്ഷേ ഈ തൊപ്പി ധരിച്ചുകൊണ്ട് എന്നും അദ്ദേഹം സന്തോഷത്തോട് ജീവിക്കുന്നു. ഇടയ്ക്ക് വെച്ച് ഈ മനുഷ്യൻ, ഈ രാജാവ് ഒന്ന് പരതുന്നു, അന്വേഷിക്കുന്നു ഈ തൊപ്പിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ്. ആ തൊപ്പി എടുത്തിട്ട് പല ഭാഗങ്ങളും ഇങ്ങനെ അതിന്റെ ഉൾഭാഗവും പുറത്ത് ഭാഗവും എല്ലാം അന്വേഷിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നൂരിൽ അതിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കൊണ്ട് ഈ രാജാവ് തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന രാജാവിന് ഈ തൊപ്പി വെക്കലോടുകൂടെ വലിയ പരിഹാരം ലഭിക്കുന്നു. രണ്ടാമത് പറയട്ടെ, അൽഹംദുലില്ലാ എന്നു നമ്മൾ അൽഹംദുലില്ലാ പറയുന്നവരാവണം. എന്ത് നല്ല കാര്യമുണ്ടായാലും അൽഹംദുലില്ലാ, അല്ലാഹ് തന്ന അനുഗ്രഹം കണ്ട് എന്നും പറയണം അൽഹംദുലില്ലാ. യാത്ര പോകുമ്പോ സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോ പറയണേ അൽഹംദുലില്ലാ. ബസ്സിന് വേണ്ടി ഓടുന്നു, ട്രെയിനിന് വേണ്ടി ഓടുന്നു, കൃത്യസമയത്ത് തന്നെ എത്തിയത് കൊണ്ട് നമുക്ക് ബസ് കിട്ടുന്നു, തീവണ്ടി അതിൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടുന്നു, പറയണേ അൽഹംദുലില്ലാ. നിന്റെ കാര്യങ്ങൾ നടന്നാ നീ പറയണേ അൽഹംദുലില്ലാ. നീ തുമ്മുന്ന സമയത്ത് പറയണേ അൽഹംദുലില്ലാ. എന്തുകൊണ്ടാണ് തുമ്മുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള കാരണം? അതേ നമ്മുടെ ഹാർട്ട് ഒന്ന് സ്റ്റോപ്പാവുന്ന സമയമാണത്. എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹാർട്ട്, ആ ഹൃദയം അതാ തുമ്മുന്ന സമയത്ത് ഒന്ന് സ്റ്റക്കായി പോവുകയാണ്. ആ നിലച്ചു പോകുന്ന ഹാർട്ടിനെ വീണ്ടും പ്രവർത്തിപ്പിക്കുന്ന, വർക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലാഹ്, ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഹംദ് പറയണേ അൽഹംദുലില്ലാ. അതേ മഹാന്മാര് പറയുന്നു, തുമ്മുന്നു എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. അതിന്റെ മഹത്വം പോലും കിതാബിൽ പറയുന്നുണ്ട്. ഒരു മജ്ലിസിൽ ഒരാൾ തുമ്മിയാൽ പോലും ദുആക്ക് ഇജാബത്തുണ്ടെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഇത് കെട്ട് കഥകളല്ല, നോവലുകളല്ല, ഏതെങ്കിലും ഹാസ്യ കഥാപാത്രങ്ങൾ വിവരിച്ച സംഭവമല്ല. ഒരാളെ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ തുമ്മിയാൽ ആ തുമ്മിയവന്റെ നിസ്കാരം അല്ലാഹു ഖബൂൽ ചെയ്തു എന്നാണ് അർത്ഥമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അതിന്റെ പേര് ആരും ഉണ്ടാക്കി തുമ്മേണ്ട ആവശ്യമില്ല. നമ്മുടെ ദുആ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടൊരു തുമ്മൽ അതല്ല, ഓട്ടോമാറ്റിക് ആയിട്ടൊരു തുമ്മൽ വന്നു. ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയണം. ഇതൊന്നും വിശാലമായി പറഞ്ഞാൽ
സമയം ഒരിക്കലും തികയൂല. ഉസ്താദന്മാരെ ഇവിടെ ഇരുത്തിയിട്ട് ഒരുപാട് കാര്യം പറയുന്നത് ഒരിക്കലും ശരിയല്ലെന്ന ബോധ്യത്തോടുകൂടെ ഓരോന്നും ചുരുക്കിയിട്ട് പറയുകയാണ്. മൂന്നാമതായി മഹാന്മാര് പഠിപ്പിക്കുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പലരും ഇത് പറയുന്നത് എപ്പോഴാണ്? ഇത് നമ്മൾ പൊടി തട്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ, നമ്മുടെ നാട്ടിലെ ഹാജിയാര് മരിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ സാധാരണ പറയുന്നത് ആരെങ്കിലും മരിച്ചാൽ മാത്രമാണ്. ഹബീബ് തങ്ങൾ പറയുന്നു, മരിച്ചാൽ മാത്രം പറയേണ്ടതല്ല അത്. ഏതു സമയത്തും ഏതെങ്കിലും മുസീബത്ത് വന്നാൽ പെട്ടെന്ന് അതാ കരണ്ട് പോകുന്നു, പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കയ്യിൽ നിന്ന് ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടിപ്പോയി, പാത്രം താഴേക്ക് വീണു, എന്തെങ്കിലും ഒരു രോഗമുണ്ടായി, എന്തെങ്കിലും ഒരു അപകടം വന്നു, ഏതു സമയത്തും നമുക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. അതല്ലേ ഉമ്മു സലമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വഫാത്തായ സമയത്ത് തഅസിയത്തിന് വേണ്ടി, അനുശോചനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മു സലമയുടെ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മു സലമയോട് പറയുന്നു, ഭർത്താവ് ഏതായാലും വഫാത്തായി, എനിക്ക് അബൂ സലമയാകുന്ന നിന്റെ ഭർത്താവിനെക്കാളും നല്ലൊരു ഭർത്താവ് അല്ലാഹു നൽകും. അതുകൊണ്ട് നീ എന്നും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നിരന്തരം പറയണേ. ഉമ്മു സലമ ചിന്തിക്കുന്നു, എന്റെ ഭർത്താവ് അബൂ സലമ എത്ര സ്വൽസ്വഭാവിയ, സുന്ദരന, ഇത്രയും നല്ലൊരു ഭർത്താവിന് എനിക്ക് കിട്ടാനുണ്ടോ? പിന്നെ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഏതായാലും റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, മഹദി അവർകൾ എന്നും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോ ഒരു ദൂതന് വന്നിട്ട് ഉമ്മു സലമയോട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ്, എനിക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ട്, ഉമ്മു സലമയാകുന്ന അങ്ങേ വിവാഹം ചെയ്യാൻ. അതിന്റെ രഹസ്യം അന്നാണ് മഹദി അവർക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നിരന്തരം പറഞ്ഞതിന്റെ ഫലമായിട്ട് ഹബീബ് തങ്ങളെ ഭർത്താവായിട്ട് ഉമ്മു സലമക്ക് ലഭിക്കുകയാണ്. അതേപോലെ നാലാമതായി ഇൻഷാ അല്ലാഹ്, അതേപോലെ മാഷാ അല്ലാഹ് എന്നും നമ്മൾ പറയണം. അതേ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വരാം, ഇൻഷാ അല്ലാഹ് ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് അത് പറയാനുള്ള ശേഷി നമുക്കുണ്ടാവണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് എനിക്ക് നീ 100 മക്കളെ തരണം, 100 മക്കൾ എനിക്ക് നീ തന്നാൽ ആ മക്കളെയെല്ലാം ഞാൻ ഒരുപാട് നിലയിൽ പഠിപ്പിക്കും, നിന്നെ കുറിച്ച് പഠിപ്പിക്കും, നിന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിക്കും, അവർക്ക് കുതിര സവാരി പഠിപ്പിക്കും, കായിക അഭ്യാസം പഠിപ്പിക്കും, എല്ലാ വിജ്ഞാനവും അവർക്ക് ഞാൻ നൽകുന്നതാ. അങ്ങനെ അല്ലാഹു 100 മക്കളെ മഹാനായ സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകി. പക്ഷേ 100 മക്കളും ഒരു നിലയിലും വലിയ ഉന്നതിയിൽ പറഞ്ഞതുപോലെ എല്ലാ വിഷയത്തിലും വിദ്യാഭ്യാസമുള്ളവരായി മാറിയില്ല, ഏതെങ്കിലും തരത്തിൽ ഉന്നതിയിലുള്ള ആളായി മാറിയില്ല. കാരണം എന്തേ? ഇത് പറയുമ്പോ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മഹാനവറുകൾ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ കാരണം കൊണ്ട് സുലൈമാൻ നബിക്ക് അല്ലാഹു 100 മക്കളെ കൊടുത്തുവെങ്കിലും ഒരാളെയും പറഞ്ഞതുപോലെ ഉദ്ദേശിച്ചതുപോലെ അവർക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേപോലെ ഏത് വീടുകളിലും നമ്മൾ എഴുതി വെക്കുന്നു മാഷാ അല്ലാഹ്, അത് എന്നും നമ്മൾ പറയണം, എഴുതണം. നമ്മൾ സാധാരണ പഴയ വീടുകളിൽ കാണാം, ഒരു കുന്തം വെച്ചിട്ട് അതിലേക്ക് ഒരു കോലം, പാൻസും ഷർട്ടെല്ലാം ധരിപ്പിച്ചിട്ട് ഏതോ ഒരു കോലം കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി. കണ്ണേർ അൽ ഐനു ഹഖ്ഖുൻ, അത് റസൂലുള്ളാഹി പറഞ്ഞതാ. കണ്ണേർ ഒരു മനുഷ്യൻ ആദ്യം നോക്കുമ്പോ അവന്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷമാണ് കണ്ണേർ, അത് ഉള്ളത് തന്നെയാണ്. അല്ലാഹു അത്തരക്കാരെ കണ്ണന്മാരെ കണ്ണേറിന് തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എപ്പോഴും മാഷാ അല്ലാഹ് എന്ന് പറയണം. അതുകൊണ്ടാണ് നമ്മുടെ വീട്, പുതിയ വീട് കെട്ടുമ്പോ മാഷാ അല്ലാഹ് എന്ന് മുമ്പിൽ നമ്മൾ എഴുതി വെക്കുന്നു. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ആ കോലങ്ങളും ആ ഏതെങ്കിലും പ്രതിമകളെ വെക്കുന്നത് മാറിയിട്ട് ഇന്ന് നല്ല നിലയിൽ മാഷാ അല്ലാഹ് എന്ന് എഴുതി വെക്കുന്നു. പക്ഷെ വീട് എല്ലാം പണി പൂർത്തിയായി, എല്ലാം ക്ലിയർ ചെയ്ത് പെയിന്റ് എല്ലാം അടിച്ചപ്പോ മാഷാ അല്ലാഹ് എടുത്തിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. അതല്ല വേണ്ടത്. വീട് പണി പൂർത്തിയായതിനു ശേഷവും നമുക്ക് മാഷാ അല്ലാഹ് മറന്നു പോകരുത്, അത് എന്നും വേണ്ടതാണ്.
അതേപോലെ എന്ത് വിഷയം അറബികള്, നിങ്ങൾക്കറിയാം വിദേശത്ത് പോയ ആളുകൾക്ക് അറബികൾക്ക് അള്ളാഹു ഇത്ര നിലക്കുള്ള ഉന്നതിയും പ്രതാപവും ഇസ്സത്തും കൊടുത്തതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് എന്ത് പറയുമ്പോ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ആ നിലയിൽ അത് നമ്മൾ പറഞ്ഞ് ശീലിക്കണം. മഹാന്മാരതിന്റെ മഹത്വം ഒരുപാട് നിലയിൽ പറയുന്നുണ്ട്. ചുരുക്കട്ടെ, അഞ്ചാമതായി അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഏത് സമയത്തും അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയണം. നിരന്തരം അത് പറയുമ്പോ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. ഒരു തെറ്റ് നമ്മളിൽ വന്നു പോയാൽ പറയണം അസ്തഗ്ഫിറുല്ലാഹ്. ഏത് സമയത്തും അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കണം. അതേ മഹാനായ ഹസനുൽ ബസരി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു മനുഷ്യൻ പറയുന്നു, അല്ല തങ്ങളേ, മഴ ലഭിക്കുന്നില്ല, ഞങ്ങള് വീട്ടിലുള്ള കന്നുകാലികൾ ചത്തുപോയി, കൃഷി മുഴുവനും ഉണങ്ങിപ്പോയി, നല്ല മഴ വേണേ, അങ്ങ് ദുആ ചെയ്യണേ, ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് പറയുമ്പോ അവിടെന്ന് പറയുന്നു, മോനെ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇത് നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇത് പറയുന്നതിനിടയിൽ അതാ നല്ല മഴ വരുന്നു. അല്പം കഴിഞ്ഞപ്പോ വേറെ കുറച്ചാളുകൾ വന്നിട്ട് പറയുന്നു, തങ്ങളേക്ക് മക്കളില്ല, ഒരുപാട് വർഷമായി കല്യാണം കഴിഞ്ഞു, എനിക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, നല്ല സ്വാലിഹായ മക്കള് വേണേ, ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നു, നീ അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കണേ, അതാ ഉടനടി പരിഹാരം ലഭിക്കുന്നു. മറ്റൊരാള് വന്നിട്ട് പറയുന്നു, തങ്ങളെ, എനിക്ക് എന്നും കടമാണ്, ദാരിദ്ര്യമാ, എന്റെ സമ്പത്തിൽ ബർക്കത്തില്ല, ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്, പ്രോബ്ലംസ് ആണ്, അതുകൊണ്ട് തങ്ങളെ ദുആ ചെയ്യണേ, പരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു തരണേ. ആ സമയത്തും പറഞ്ഞു കൊടുക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, നിരന്തരം പറയണേ. ഇത് പറഞ്ഞു കൊടുക്കുന്നു. ആ മനുഷ്യൻ അതേപോലെ ശീലിക്കുമ്പോ, നിരന്തരം പറയുമ്പോ പിന്നെ കടങ്ങളില്ല, സാമ്പത്തിക പ്രാരാബ്ധതയില്ല, പട്ടിണിയില്ല. ഇതെല്ലാം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് എളുപ്പം നമ്മുടെ നാവിൽ പറയാൻ പറ്റുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഈ 5 ദിക്ർ നിരന്തരം ഒരാൾ പറയുകയാണെങ്കിൽ ഇതുവരെ ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന 165 കോടി മുസ്ലിങ്ങളെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരം